16-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ബ്രഹ്മാവ് സൃഷ്ടിച്ച ഋഷിമാരിൽ നിന്നും ദേവന്മാരിൽ നിന്നും എങ്ങനെയാണ് ചരാചരങ്ങളടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചം വികസിച്ചത് എന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. 16-ാം ശ്ലോകം ചരാചര സൃഷ്ടി. പ്രപഞ്ചത്തിലെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും വികാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം: തതശ്ചരാചരാഃ സർവേ ബഭൂവുഃ ക്രമദോ മുനേ നദ്യഃ സമുദ്രാഃ ശൈലാശ്ച വൃഷാദ്യാശ്ച തതഃ പരം. പദാനുപദ അർത്ഥം: തതഃ അതിനുശേഷം, ചരാചരാഃ ചലിക്കുന്നവയും, മനുഷ്യ മൃഗങ്ങൾ മുതലായവ, ചലിക്കാത്തവയും, സസ്യങ്ങൾ തുടങ്ങിയ ജീവജാലങ്ങൾ, സർവേ എല്ലാവരും, ബഭൂവുഃ ഉണ്ടായി, ക്രമദഃ ക്രമാനുഗതമായി, ഇൻ സീക്വൻസ്, മുനേ ഹേ മുനേ, നദ്യഃ നദികൾ, സമുദ്രഃ സമുദ്രങ്ങൾ, ശൈലാഃ പർവ്വതങ്ങൾ, വൃക്ഷാദ്യാഃ വൃക്ഷങ്ങൾ തുടങ്ങിയവ. തതഃ പരം അതിനുശേഷം. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഹേ മുനേ, അതിനുശേഷം സകല ചരാചരങ്ങളും ക്രമമായി ജന്മമെടുത്തു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ തുടങ്ങിയവയെല്ലാം അപ്രകാരം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രകൃതിയുടെ സമഗ്രതയെയും ജൈവവൈവിധ്യത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ക്രമബദ്ധമായ പരിണാമം. ക്രമദഃ എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. സൃഷ്ടി എന്നത് യാദൃച്ഛികമല്ല, മറിച്ച് ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന ഒന്നാണ്. നദികളും പർവ്വതങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ജീവജാലങ്ങൾ അവിടെ വസിക്കാൻ തുടങ്ങിയത് എന്ന ശാസ്ത്രീയമായ ക്രമം ഇതിൽ കാണാം. നദികളും സമുദ്രങ്ങളും ഇവയെ വെറും ജലശേഖരങ്ങളായല്ല പുരാണം കാണുന്നത്. പ്രപഞ്ചത്തിൻ്റെ ജീവരക്തമായി നദികളെയും ശാന്തിയുടെ പ്രതീകമായി സമുദ്രങ്ങളെയും സങ്കല്പിക്കുന്നു. ശൈലങ്ങളും വൃക്ഷങ്ങളും, പർവ്വതങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ദൃഢതയെയും സ്റ്റെബിലിറ്റി, വൃക്ഷങ്ങൾ കാരുണ്യത്തെയും, അതായത് അന്യർക്ക് ഫലം നൽകുന്ന ഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു. ചരാചരം ജീവനുള്ളവയും അചേതനമെന്ന് നാം കരുതുന്നവയും പർവ്വതങ്ങൾ എല്ലാം ഒരേ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതിനാൽ പ്രകൃതിയിലെ ഓരോ അംശത്തെയും ആദരിക്കേണ്ടതുണ്ട്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പരിസ്ഥിതി ബോധമാണ്. ഭഗവാൻ എത്രത്തോളം ശ്രദ്ധയോടെയാണോ നദികളെയും വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചത്, അത്രത്തോളം തന്നെ സ്നേഹത്തോടെ നാം അവയെ സംരക്ഷിക്കണം. ഒരു മരത്തെ നോക്കുമ്പോൾ അത് ഭഗവാന്റെ സൃഷ്ടിയിലെ ഒരു അംശം ആണെന്ന് തിരിച്ചറിയുക. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നത്. 16-ാം ശ്ലോകത്തിലൂടെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വികാസം നാം കണ്ടു. ഇനി 17-ാം ശ്ലോകത്തിൽ ഈ സൃഷ്ടികളെല്ലാം കഴിഞ്ഞ ശേഷം സൂത പൗരാണികൻ എങ്ങനെയാണ് പുരാണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.